കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരു പക്ഷേ ഇന്നേ വരെയുള്ള ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഒരേപോലെ തിളങ്ങിയ വ്യക്തികൾ കുറവായിരിക്കും. അതിലേറ്റവും പ്രധാനി എന്ന് പറയേണ്ട ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിക്കുമപ്പുറം KCയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. എന്താണ് ശരിക്കും ഈ കാര്യത്തിലുള്ളൊരു കാഴ്ചപ്പാട്? KCയെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളതല്ല, KC മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകരുണ്ടാകുന്നുണ്ട്, അഭ്യുദയകാംക്ഷികൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സാധാരണക്കാരുടെ നിരവധി പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞതുപോലെ തന്നെ KC ആദ്യമായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ KCയുടെ തട്ടകം നടന്നത് കണ്ണൂരാണ്. കണ്ണൂരുകാരനെ ആദ്യമായി മത്സരിക്കാൻ വിടുന്നത് ആലപ്പുഴയിലെ പാർട്ടി കോട്ടയിലാണ്. ആ പാർട്ടി കോട്ടയിൽ നിന്നും മത്സരിച്ച് ജയിച്ച നേതാവാണ് KC. കോട്ട തകർത്ത് ജയിച്ച അല്ലേ? ഇടത് കോട്ട തകർക്കുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമൊന്നുമല്ല. നമുക്കറിയാം, ഒരു സമയത്ത് ഇടത് കോട്ട എന്ന് പറയുമ്പോൾ 50 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ച നാട്ടിൽ ഇതുവരെ കോൺഗ്രസ് കോട്ട എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അതായത് പുതുപ്പള്ളി ഒരാൾ പോലും കോൺഗ്രസ് കോട്ട എന്ന് പറയാറില്ല. എന്നാൽ ഒരു 10 വർഷം തുടർച്ചയായി CPM ആണ് ഭരിക്കുന്നതെങ്കിൽ അത് പിന്നെ കോൺഗ്രസ് CPM കോട്ടയായി മാറുന്ന ശൈലിയാണ്, രാഷ്ട്രീയ ശൈലി കൂടിയാണ്. അങ്ങനെ ഉണ്ടാകാറുണ്ട്. അപ്പം ആ അത്തരത്തിൽ നിരവധി തവണയായി CPMൻ്റെ കയ്യിൽ മാത്രം ഇരുന്ന മണ്ഡലമാണ് KCക്കായി കൊടുക്കുന്നത്. KC അവിടെ നിന്ന് ആ കോട്ടയൊക്കെ പൊട്ടിച്ച് തകർത്തെറിഞ്ഞിട്ടാണ് കയറി വരുന്നത്. ആ കയറി വരുന്നത് നാം കണ്ടതാണ്. നമുക്ക് അതിനേക്കാൾ ഉപരി KCയുടെ ആദ്യത്തെ രാഷ്ട്രീയ തുടക്കം മുതൽ പറയണം. തീർച്ചയായും അതാണ് കാരണം. KC ഏതാണ്ട് 20 വർഷത്തിന് മേലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മനുഷ്യനാണ്. അത്രയും എന്ന് പറയുമ്പോൾ 20 വർഷമൊന്നുമല്ല, അതിന് മേലുണ്ട്. അതായത് വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്ന് കയറി വരുമായിരുന്നു. KSയിലായിക്കോട്ടെ, അതുപോലെ യൂത്ത് കോൺഗ്രസ് ആയിക്കോട്ടെ, പിന്നെ അത് കഴിഞ്ഞ് കോൺഗ്രസ്സിൽ, അത് കഴിഞ്ഞ് പിന്നെ DCC, KPCC, പിന്നെ AICC, ഇങ്ങനെ കയറി വന്ന ഒരാളാണ്. പടിപടിയായി അല്ലേ, വെച്ചടി കയറിപ്പോയ അല്ലേ? അതെ, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതില്ല എന്നല്ല. കാരണം നമുക്കറിയാം, ചില നേതാക്കളൊക്കെ ഇപ്പോൾ കാണുന്ന ട്രെൻഡ് ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ കുറച്ച് റീച്ച് ഉണ്ടാക്കുക, അവിടെ നേരെ നേതാവായി മാറുന്ന ആ തരത്തിലല്ല. അന്ന് സോഷ്യൽ മീഡിയയോ ഒരുപക്ഷെ TV ചാനലുകളോ ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അന്ന് ഉണ്ടായിരുന്നൊരു ആകാശവാണി മാത്രം ഉണ്ടായിരുന്ന സമയമുണ്ട്. ആ കാലഘട്ടം മുതൽ കയറി വരുന്നത്. പിന്നീട് ദൂരദർശനാണ്. അന്നൊക്കെ വാർത്ത വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പത്രങ്ങളിൽ പോലും വാർത്ത വരിക എന്നുള്ളത് വലിയ കാര്യമുള്ള സമയം. ആ സമയത്തൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് നിന്നും അടികൊണ്ട് ഈ പറഞ്ഞ അന്ന് CPM ശക്തമാണല്ലോ, വിദ്യാർത്ഥി രാഷ്ട്രത്തിൽ അവർ കുറേ ശക്തമാണ്. കോളേജ് യൂണിയനുകളൊക്കെ ഒരുവിധം അവിടെയൊക്കെ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കും പോലും അവിടെയൊക്കെ കോട്ടകൾ തകർക്കുന്ന പാരമ്പര്യം അല്ലെ ആ ചരിത്രം KCക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കോട്ടകളെ തകർക്കുക എന്നുള്ളത് KCക്ക് എന്നും എപ്പോഴും അതൊരു കൂളായി. KC പ്രസിഡന്റ് ആയിരുന്ന കാലം തൊട്ട് തുടങ്ങിയതാണ് ആ ചരിത്രം അല്ലേ? അതെ, KCന്റെ പ്രസിഡന്റ് ആകുമ്പോൾ തന്നെ കോളേജ് രാഷ്ട്രീയത്തിൽ CPMൻ്റെ കോട്ടകളെല്ലാം, കൊത്തളങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് KC കയറി വരുന്നത്. അതൊരു വലിയ ചരിത്രമാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഇപ്പോൾ പലപ്പോഴും ഒരാളൊരു വിസ്മരിക്കപ്പെടുന്ന, അറിയാതെ പോകുന്ന കാര്യം, ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും KCയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അവർ പലപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതെന്താണെന്ന് പോലും അറിയാത്ത സാഹചര്യമുണ്ട്. അവിടെ നിന്നൊക്കെ ഇപ്പോൾ സുധാകരൻ KC സപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. സുധാകരൻ അറിയാം എന്തായിരുന്നു KC എന്നുള്ളത്, എന്താണ് KC എന്നുള്ളത്. അതാണ് പ്രധാനപ്പെട്ട. വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ KCക്ക് പിന്തുണ കൊടുക്കുന്നത്. അതിനുള്ള കാലിബറും കേപ്പബിലിറ്റി ഉള്ള മനുഷ്യനാണെന്നുള്ളത് സുധാകരൻ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ സുധാകരനെതിരെ മുറവിളി കൂട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവുന്നത്. അവിടെ നോക്കുമ്പോൾ ഇവർക്കാർക്കും ഒരുപക്ഷെ KC എന്താണെന്നോ അല്ലെങ്കിൽ സുധാകരൻ എന്താണെന്നോ അറിയാത്തതുകൊണ്ടാണ്. കണ്ണൂർ മേഖല നമ്മളിപ്പോൾ പറയുന്നത് KC കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിൽ നിന്നും ആലപ്പുഴയ്ക്ക് കൊണ്ടുവന്നു പറയുമ്പോൾ അതേ കണ്ണൂരിലെ CPMൻ്റെ കോട്ടകളെ തകർത്ത നേതാക്കന്മാരിലൊരാളാണ് സുധാകരൻ. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ അത്രയും നിന്ന് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അവർ യൗവനകാലം തൊട്ടേ, അതായത് KSയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലം തൊട്ടേ അന്നുണ്ടായിരുന്ന ഒരുവിധം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ എല്ലാം ഇല്ലേ? അതെ, അന്ന് കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള, അതായത് കേരളത്തിലെ എല്ലാ കലാലയങ്ങളിലും KSന്റെ ആധിപത്യം ഉണ്ടായിട്ടുണ്ട്. ഒരു കലാലയത്തിൽ മാത്രം അന്ന് ഒരു വോട്ട് മാത്രമാണ്. അത് സംഭവിക്കുന്നതും കൂട്ടത്തിലുള്ള കാല് വരിയതുകൊണ്ടാണ്. കൂട്ടത്തിലുള്ള വോട്ട് മാറ്റി ചെയ്തുകൊണ്ട് മാത്രം പോയതാണ്. ഇല്ലായിരുന്നെങ്കിൽ അന്ന് ഏതോ ഒരു കൗൺസിലർ അല്ലേ? അതെ, അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അന്ന് ചരിത്രമായി മാറിയത്. അങ്ങനെ അതിനുശേഷം പിന്നീട് വന്നത് KC മാറിയ ശേഷമായി പിന്നീട് അത്രയും കോളേജുകളൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എന്നാൽ പിന്നീട് നമുക്ക് നോക്കിയാൽ മതി, കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന നേതാവാണ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊതുവേ ഉള്ളൊരു രീതിയാണ്. സാധാരണ ഈ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാർ, അതായത് കേരളം അടക്കമുള്ള ആൾക്കാർ അങ്ങനെ ഒരുപാടായിട്ട് ഗാന്ധി കുടുംബം അങ്ങനെ കൂടുതൽ സ്വീകരിച്ച് വെക്കാറില്ല. ഗാന്ധി കുടുംബം ഇരുകൈ നീട്ടി സ്വീകരിച്ച നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സദേൺ റീജിയനിലുള്ള അല്ലേ? അതെ, സൗത്ത് ഇന്ത്യ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ നിന്നും അങ്ങനെ പോയി നേതാവിനെ അറിയാം. വളരെ വിശ്വസ്തനായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും അടുപ്പം ഗാന്ധി കുടുംബമായിട്ട് നിൽക്കുന്ന, ഗാന്ധി കുടുംബമായിട്ട് നെഹ്റു കുടുംബമായിട്ടൊക്കെ അത്രയും അടുപ്പമാണ്. അടുപ്പമൊന്നുമല്ല,
കെ സി പറയുന്നതാണ് അവസാന വാക്ക് എന്ന തരത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ആ വിശ്വാസം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ബാലികറാമലയാണ്. തീർച്ചയായിട്ടും അതവിടെ കയറി എടുക്കുന്നുണ്ടെങ്കിൽ അത് കെ സിയുടെ കഴിവ് തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം ഈ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചാൽ രാഹുൽ ഗാന്ധി നാടൊട്ടുക്ക് ഇങ്ങനെ നടന്നതുകൊണ്ടാണ് കോൺഗ്രസ് 100 സീറ്റ് എന്ന ഇതിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മളിപ്പോഴും പറയുന്നത് രാഹുൽ ഗാന്ധിയെ മാത്രമേ പറയുന്നുള്ളൂ. അവിടെ അതിനുവേണ്ടി പണിയെടുത്ത, അതിനുവേണ്ടി കഷ്ടപ്പെട്ട, അതിനുവേണ്ടി ഗ്രൗണ്ട് വർക്ക് ചെയ്ത നേതാവെന്ന് പറയുന്നത് കെ സി വേണുഗോപാലാണ്. അത് പലപ്പോഴും ഈ പേര് മനഃപൂർവ്വമോ അല്ലാതെയോ വിസ്മരിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പറയാതെ പോകുന്നുണ്ട്. ആ പറയാതെ പോകുന്നതിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവിടെ ഉണ്ടാകുന്നത് കെ സി വേണുഗോപാൽ എന്ന ആ നേതാവ് നിന്ന് നടന്ന് ഓടി ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ ഇപ്പോൾ BJPക്ക് കേന്ദ്രത്തിൽ സഖ്യകക്ഷികളുടെ അല്ലെങ്കിൽ ഘടകകക്ഷികളുടെ സപ്പോർട്ടോടുകൂടി ഭരിക്കേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസ് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത് ആ മുന്നേറ്റത്തിനുള്ള പ്രധാന കാരണം രാഹുൽ ഗാന്ധി മാത്രമല്ല, അവിടെ കെ സി വേണുഗോപാലിൻ്റെ പേര് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് പാർലമെൻറ്റ് മുന്നിലൊക്കെ ഇല്ലേ നമ്മുടെ തനതായിട്ടുള്ള സമരശൈലികൾ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്ത രാഷ്ട്രീയ നേതാവാണ്. അതെന്താണെന്നറിയാം, കേരളത്തിൻ്റെ പ്രത്യേക ഒരു രീതിയുണ്ടല്ലോ, സമരങ്ങൾക്കൊക്കെ ഒരു സമരമുറകൾ പ്രത്യേക രീതിയാണ്. ആ ശൈലി രാഹുൽ ഗാന്ധിക്ക് അടക്കം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടുത്തെ എംപിമാർക്കിടയിൽ പോലും വളരെ ജനകീയമാക്കിയത് കെ സിയാണ്. അതെന്താണെന്നറിയോ, അവിടെ സംഭവം അറിയില്ല. അവിടെ എപ്പോഴും ഈ പ്രസ്റ്റീജിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവരുടെ ഈ വൈറ്റ് കോളർ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചുള്ള സമരം എന്താണെന്ന് അറിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ചരിത്രം എടുത്താൽ പോലെ 60 വർഷം കോൺഗ്രസ് ആണ് രാജ്യം ഭരിക്കുന്നത്. നമ്മുടെ ഈ രാജ്യത്ത് കാണുന്ന ഏതൊരു സാധനവും അതുണ്ടാക്കിയതെല്ലാം കോൺഗ്രസ് തന്നെയാണ്. പിന്നീട് അത് BJPയുടെ കയ്യിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഇവർക്ക് സമരം എന്താണെന്ന് അറിയില്ലായിരുന്നു. അവർക്ക് സമരം ചെയ്യില്ല. അവർ 60 വർഷം രാജ്യം ഭരിച്ച ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർ സമരം ചെയ്തില്ല എന്നല്ല, സമരമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പ്രതിപക്ഷത്തിൽ നിന്ന് ഇങ്ങനെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല അത്ര ഇതായിട്ട് അവർക്ക് സമരം എങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് കെ സി ഗവൺമെന്റിന്റെ എൻട്രി ഉണ്ടാകുന്നതും അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പുതിയ സമരമുറകളെല്ലാം ഉണ്ടാകുന്നത്. അതായത് പരീക്ഷയുടെ സമരമുറകൾ ഇവിടുത്തെ സമരമുറകൾ അതെ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് സക്സസ് ആവുകയും ചെയ്തു. പലപ്പോഴും നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ളവർക്ക് മിണ്ടാട്ടം കൊണ്ടിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും പാർലമെന്റ് ഉണ്ടായ ചർച്ച നമുക്ക് മനസ്സിലാവും. സൈബർ സംഖ്യകൾ ഏറ്റവും കൂടുതൽ, അതായത് സംഘപരിവാറിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ അവരവിടെ അറ്റാക്ക് ചെയ്യുന്നത് കെ സി വേണുഗോപാലിനെയാണ്. കാരണം അവിടെ അമിത്ഷാ അതുപോലെ തന്നെ നരേന്ദ്രമോദി അടക്കം പഞ്ച അടക്കിയിരിക്കേണ്ട സാഹചര്യം കെ സി വേണുഗോപാലിന്റെ ഓരോ സ്പീച്ചിലും അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആലോചിക്കണം. കേരളത്തിൽ നിന്ന് പോയ ഒരാളാണ്. കേരളത്തിൽ നിന്ന് പോയ ഒരാൾ അത്രയും ലെവലിൽ അവിടെ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാ അടപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് കെ സി വേണുഗോപാലിന് സാധിച്ചിട്ടുള്ളൂ. അവിടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടായി, 20 വർഷമായിട്ട് എനിക്ക് സാധിക്കാത്തതാണ് പ്രിയങ്ക മോദിയെ കൊണ്ട് ചിരിപ്പിച്ചതെന്ന സാധനം. ആ സാധനം വൈറലാകുമ്പോൾ അതിന് തൊട്ട് മുന്നേ കെ സിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു അവിടെ. കാരണം കെ സി നിന്ന് ആടുക എന്ന് പറയത്തില്ലേ, അതായിരുന്നു അവിടെ സംഭവിച്ചത്. കാരണം പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് വ്യക്തമായി അറിഞ്ഞിട്ടാണ് ആധികാരികമായിട്ടില്ലേ കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. അവിടെ വരുമ്പോൾ ഇപ്പോൾ ഒരു വിഷയം നടക്കുന്നുണ്ട്, ആ വിഷയത്തിൽ കൃത്യമായത് പറയാൻ കെ സിക്ക് സാധിക്കുന്നുണ്ട്. കാരണം അത് അത്രയും പഠിക്കുന്നതുകൊണ്ടും അത്രയും അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ്. അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ തന്നെ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഇവിടെ ജനപ്രതിനിധികളെ വെച്ച് നോക്കുമ്പോൾ അവർ പലരും ഉണ്ടയില്ല വെടികൾ വെക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ പലപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യം. എന്നാൽ കെ സിയുടെ ഭാഗത്ത് നിന്ന് ഇന്നേ അവർ അങ്ങനെ ഒരു സാധനം കേട്ടിട്ടില്ല. അതുമാത്രമല്ല കെ സിയുടെ പേരിൽ ഇന്നേ ഒരു അഴിമതി വിഷയം കേട്ടിട്ടുണ്ടോ? അത് ചെറിയൊരു കാര്യമല്ലല്ലോ. ഇത്രയും നമ്മൾ നേരത്തെ എണ്ണവിട്ട് ബാദുഷാ പറഞ്ഞ പോലെ ഈ ഗ്രൗണ്ടിൽ തുടങ്ങി AICCയുടെ നേതൃപദവിയിലേക്ക് എത്തുന്ന വരെയുള്ള ആ കാലഘട്ടത്തിനിടയിലോ അതിനുശേഷമോ 10-20-25 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇന്നേ ഒരു അഴിമതി കേസ് ഇല്ല എന്ന് പറയും. മറ്റു ആരോപണങ്ങൾ മാത്രമല്ല നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയക്കാരെ തേടി വരാറുണ്ട്. സാധാരണ അത്തരത്തിലുള്ള ക്ലീൻ ഇമേജ് ആണ് കേസിക്ക് വളരെ ക്ലീൻ ഇമേജ് ആണ് രാഷ്ട്രീയത്തിൽ. അതുമാത്രമല്ല സാധാരണ BJPക്കെതിരെ ഒരാൾ വാളോങ്ങുന്നുണ്ടെങ്കിൽ അവരെ ഒന്നിലും പ്രലോഭിപ്പിക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ഇതല്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടുക. ഇതാണ് BJP കാലാകാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിൽ കാശ് കൊടുത്ത് സ്വാധീനിക്കും, ഇതല്ലെങ്കിൽ പ്രലോഭിപ്പിക്കും, ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തരം മറ്റേതെങ്കിലും ട്രാപ്പിൽ വീടും, ഫോൺ ട്രാപ്പിലോ ഹണി ട്രാപ്പിലോ ഒക്കെ. അപ്പോൾ ഈ പറയുന്ന അവർക്ക് ഒന്നിലും പണം കൊടുക്കും, അല്ലെങ്കിൽ പ്രലോഭനം ഉണ്ടാവും, ഇതല്ലെങ്കിൽ ഭീഷണി ഉണ്ടാവും. ഇതിലൊന്നും ഒതുങ്ങിയെന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിടും. ഇത് നമ്മൾ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിലൊന്നിലും കേസ് ഇന്നേ വരെ തൊടാൻ പറ്റിയിട്ടില്ല. തൊടാൻ പറ്റുന്ന പറഞ്ഞാൽ അങ്ങനെ തൊടാനായിട്ടുള്ളൊരു ഇമേജ് കെ സി ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലേ ഇതിനു മുന്നേ BJP സർക്കാർ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഉറപ്പായിട്ട് എടുത്ത് അകത്തിടും. കാര്യം അവരെ കൃത്യമായിട്ട് തന്നെ അവിടെ അറ്റാക്ക് ചെയ്യുന്നില്ലേ, പാർലമെന്റിനകത്ത് അറ്റാക്ക് ചെയ്യുന്ന ചുരുക്കം ചില ഘോരം അറ്റാക്ക് ചെയ്യുന്ന ഏക വ്യക്തി എന്നോട് പറയുന്നത് രാഹുൽ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അതിലും ശക്തമായി അതിലും ക്രൂരമായി കെ സി വേണുഗോപാലോട് പറയുന്നുണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ. അതാണ് നമ്മൾ ഈ മണിപ്പൂരിലെ വിഷയം എടുക്കുമ്പോൾ മണിപ്പൂരിലെ ഓരോ വീടുകൾ കത്തിയപ്പോഴും ഓരോ ജനങ്ങൾ അവിടെ
കരഞ്ഞ് നിലവിളിച്ചപ്പോഴും ആ നിലവിളി ശബ്ദം പാർലമെന്റിൽ ഉയർത്തിയത് കെ സി വേണുഗോപാലാണ്. ആ നിലവിളി ശബ്ദം ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചത്, നാട്ടുകാർക്കിടയിലേക്ക് എത്തിച്ചത്, ഇന്ത്യ ഒട്ടാകെ എത്തിച്ചത് കെ സി വേണുഗോപാലാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം അവിടെ ഉണ്ടാകുന്ന എന്താണെന്ന്. അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി തടഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം അവിടെ രാഹുൽ ഗാന്ധി അവിടെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതും കെ സി വേണുഗോപാലാണ്. അങ്ങനെ തുടങ്ങി ഏത് കാര്യം എടുക്കുമ്പോഴും കെ സിയുടെ പേരില്ലാത്ത ദേശീയ രാഷ്ട്രീയത്തിൽ, അതായത് കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കാര്യമില്ല എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ കോൺഗ്രസിൽ ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെ ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, പ്രിയങ്ക ഗാന്ധി ആയിക്കോട്ടെ, അങ്ങനെ ആര് വേണം എടുത്തോ, അവരെല്ലാം ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് കെ സിയുടെ ഉറപ്പുണ്ടാവണം എന്നൊരു കാര്യം കൊണ്ടുണ്ടാകുന്നു. നമുക്കറിയാം ദേശീയ രാഷ്ട്രീയം എടുക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടാകുന്നുണ്ട്. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നാലും കേരളത്തിൽ നിന്ന് പോയ ഒരാൾ കെ സി അവിടെ പറയാതെ ഒരു കാര്യം അവിടെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കെ സിയുടെ ആ ഒരു പാഠവും കൊണ്ട് തന്നെയാണ്. കെ സി അവിടെ അപ്പോൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ആലോചിക്കാം. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി അടക്കം വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിന് വലിയൊരു പങ്ക് കെ സി വഹിച്ചിട്ടുണ്ട്. അത് കെ സി ഒരുപാട് വഴികൾ കേട്ടതുമാണ്. പക്ഷെ കാലം ബി ഡി സതീശനെ പ്രതിപക്ഷം എന്താക്കിയതാരാ? അതിന്റെ പേരിൽ ആ മനുഷ്യൻ കേട്ട പഴിക്ക് കൈ കണക്കൂല, കേട്ട തെറിവിളിക്ക് കൈ കണക്കൂല. അതുകൊണ്ട് പക്ഷേ അങ്ങനെ അതായത് കെ സി വേണുഗോപാലാണ് ബി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നത്. പക്ഷേ ആ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ ഇവിടെ നിന്ന് എന്താ ചെയ്തത്? ഗ്രൂപ്പുകളെയാണ് പിന്നെ തുടങ്ങിയത്. സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. ഇവിടുത്തെ തലമുതിർന്ന നേതാക്കളായ ചെന്നിത്തല അടക്കമുള്ളവരെ ഒതുക്കാനാണ് ശ്രമിച്ചത്. അതാണ് ഇവിടെ നടന്നത്. അതേ സംഭവം സതീശനുള്ള പോലുള്ള അധികാരമോഹം ഉണ്ടെങ്കിൽ പണ്ടേ ഇല്ലേ ഇവിടുത്തെ വലിയ സ്ഥാനമാനങ്ങളിൽ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനേക്കാളും ഉപരിയുള്ള സ്ഥാനമാനങ്ങളിൽ കെ സി ഇടുന്നതിനെ നമുക്ക് എൻ്റെ കൂടെ പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ കെ സി മുഖ്യമന്ത്രി ആകണമെന്ന് ഒരു ഭാഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതായത് എങ്ങനെയും മുഖ്യമന്ത്രി കെ സി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ അതേപോലെ ഒരു വിഭാഗം ആൾക്കാർ പി ആർ ടീമിലൂടെ സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞു. സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നത് ഓക്കെ, സമ്മതിക്കാം. എന്തടിസ്ഥാനത്തിൽ സതീശനെ മുഖ്യമന്ത്രി ആക്കണം? ഒരു തവണ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണോ? ഇന്നേ വരെ ഒരു നേതൃത്വം ഇതുവരെ ഏറ്റിട്ടില്ല. അറിയാവോ? കെ എസ് യുയിലായിക്കോട്ടെ, യൂത്ത് കോൺഗ്രസിലായിക്കോട്ടെ, ഇനി അപ്പം അത് കോൺഗ്രസിലായിക്കോട്ടെ, ഏത് നേതൃത്വത്തിലൊക്കെ സതീശ് എഴുതിയിട്ടുള്ളത്? ഒന്നിലെഴുന്നിട്ടില്ല. കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല, അതായത് കെ പി സി അധ്യക്ഷനായിട്ടില്ല. അങ്ങനെ തുടങ്ങി ഒന്നിലും എടുത്തിട്ടില്ല. ഒരു മന്ത്രി ആയിട്ടില്ല ഇതുവരെ. പക്ഷേ നേരെ വന്നിട്ട് പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി കസേര ഇരിക്കണം. എന്ത് 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 അടിസ്ഥാനത്തിലാണ്? ജനങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഈ പറഞ്ഞ പോലെ തന്നെ പല കമ്പാരിസൺസ് ഇതിൻ്റെ ഇടയ്ക്ക് ജനങ്ങളും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നടത്തും. അങ്ങനെ കെ സി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പടിപടിയായിട്ട് ഉയർന്നു വന്ന് ഗ്രൗണ്ട് വർക്ക് ചെയ്ത് ഓരോ സ്റ്റെപ്പും കടന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കെ സിയുടെ എൻട്രി. അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് വളരെ ബാലിശമായിട്ടുള്ളൊരു, പണ്ടുള്ളവർ പറയുന്ന രീതിയുണ്ട്. അതായത് ഇരുന്നിട്ട് കാല് നീട്ടാന്ന്, ഇല്ലെങ്കിൽ മൂടിടിച്ച് വിടുന്നു പറയും. സതീശന് എന്താ, ഇരിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് നേരെ കാല് നീട്ടണം. ഇതാണ് സതീശൻ്റെ ഒരു രീതി പോകുന്നത്. സതീശനെ സംബന്ധിച്ചുള്ള അവിടെ ഉണ്ടാകുന്നത് എനിക്ക് മുഖ്യമന്ത്രി ആകണം, ഞാനേ മുഖ്യമന്ത്രി ആകാവൂ. കാരണം ഇപ്പോൾ കാണുന്ന കോൺഗ്രസിനെ കോൺഗ്രസ് ആക്കിയ ഞാനാണ്, കോൺഗ്രസ് കണ്ടുപിടിച്ചത് ഞാനാണ്, ഞാനില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല, കേരളത്തിൽ ഇനി കോൺഗ്രസേ ഉണ്ടാവത്തില്ല എന്ന രീതിയിലുള്ള പ്രചരണം സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം സതീശൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ നടത്തിയൊരു പ്രസ്താവനയാണ്, ഇന്ന് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം ഞാനും പിണറായി വിജയനൊക്കെ അങ്ങ് പോകും, പിന്നെ ഉണ്ടാവുന്ന അതെന്താ, അതിന്റെ ഉദ്ദേശം എന്താ? ഞാനും പിണറായി വിജയൻ ഒന്നാണ്. പിണറായി വിജയൻ അവിടെ കാണിക്കുന്ന ആ മേധാവിത്വം അത് തന്നെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ കതറിടുന്നു, പുള്ളി കളർ ഷർട്ട് ഇടുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം എന്നല്ല പോകുന്നത്. രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കാര്യം, ധാർഷ്യം. ഈ ധാർഷ്യം കൊണ്ട് മാത്രമാണ് സതീശനും ചെയ്യുന്നത്, പിണറായി വിജയനും ചെയ്യുന്നത്. ഈ ധാർഷ്യം കെ സി വേണുഗോപാൽ ഇന്നേ വരെ ആരോടെങ്കിലും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. കെ സി വേണുഗോപാൽ സംബന്ധിച്ചിടണം, കെ സി വേണുഗോപാൽ നല്ലൊരു മനുഷ്യനാണ്, അതിനേക്കാൾ ഉപരി നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് കൂടുന്ന ഇപ്പോൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയങ്ങളുണ്ടായിരുന്നല്ലോ, കുറച്ച് പേരെ തടഞ്ഞൊരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കുറച്ച് പേർക്ക് സീറ്റ് കിട്ടാത്ത ആൾക്കാർ സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ടല്ലോ, അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയും പോലെ ചില മുറുമുറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. കെ സി ഇവരെല്ലാം കണ്ട് അവരോടൊക്കെ സംസാരിച്ച് നമുക്ക് വഴിയുണ്ടാക്കാം, ഇതിലൊന്നും ബുദ്ധിമുട്ടുണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനിരിക്കുമല്ലേ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എന്ന് പറയുന്നത് കെ സി ചെയ്തിട്ടുള്ളൂ. സതീശൻ ഇതേവരെ ചെയ്തിട്ടില്ല. ആ പറയാൻ കാണിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, അയാൾക്ക് സ്ഥാനം കിട്ടുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ, ഞാൻ അതായത് ഞാൻ ഡിസർവിങ് ആണ് ഒരു സ്ഥാനത്തിന്. ഇപ്പോൾ എനിക്ക് MLA സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ഡിസർവിങ് ആണ് എന്നിരിക്കെ എനിക്കിത് കിട്ടുന്നില്ല, പകരം മറ്റൊരാൾക്കാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് എനിക്കത് വിഷമം ഉണ്ടാക്കും, സങ്കടം ഉണ്ടാക്കും. ആ സങ്കടം മാറണമെങ്കിൽ അതിനെന്താ ചെയ്യണ്ടേ? എൻ്റെ നേതാവ് എന്നോട് പറയണം, നീ പേടിക്കണ്ട, എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം, ഞാനുണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നത്, നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. അത് പറഞ്ഞ നേതാവ് കെ സി ഉള്ളൂ. അത് പറയേണ്ടതാരായിരുന്നു? ഇവിടെ സതീശനായിരുന്നു പറയേണ്ടത്.
KC ഒക്കെ തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയാലും സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയാലല്ല. കേരളത്തിൽ അങ്ങോളങ്ങളിൽ 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് KC ഇല്ലാതെ ഒരാളും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ഒരാളുടെ സ്ഥാനം പോകുന്നുണ്ടെങ്കിൽ, ഒരാളുടെ സീറ്റ് അവിടെ നഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇന്നുവരെയും കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതിപ്പോൾ സംസ്ഥാനത്ത് എടുത്താലും നമ്മുടെ രാജ്യത്ത് ഒന്നടക്കം എടുത്താലും കോൺഗ്രസ് മാത്രം എപ്പോഴും ഈ തലവേദന തലയിറക്കമൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സ്ഥാനത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഇത്തവണ അതിൽ ഏതെങ്കിലും കണ്ടായിരുന്നു? ചെറിയ മുറിവുറ് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി KC ഇടപെട്ടിട്ട് അത് കൃത്യമായി സംസാരിച്ച് തീർത്തിട്ടുണ്ട്. അവിടെ KC ഇതെന്താണ്, ഞാൻ നോക്കിക്കോളാം, ഞാൻ ഇരിക്കുമല്ലേ, എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം, ഞാനുണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നേ, ഞാൻ നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങൾക്ക് കാവലായി ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ അണികൾ ഒന്നടങ്കം KC വരട്ടെ എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യമാണ്. അവിടെ ചെയ്യേണ്ടിയിരുന്നത് ആരാന്നറിയാവോ? സതീശൻ ചെയ്യണമായിരുന്നു. എന്ത് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല എന്ന് പറയേണ്ടത് KC ആയിരുന്നു. ഇവിടെ സതീശനായിരുന്നു. പക്ഷെ പറയുന്നത് ആരാ? വ്യക്തമായി വന്ന് KC എന്തിനാണ് കേരളത്തിൽ വരുന്നത്? വെറുതെ ആലോചിച്ചാൽ മതി. കേന്ദ്ര രാഷ്ട്രത്തിലിരിക്കുന്ന KC ഇവിടെ വന്ന് 140 മണ്ഡലങ്ങളിലും ഓടി നടന്ന് ഓരോ സ്ഥലത്തെയും പ്രശ്നങ്ങളെല്ലാം പഠിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൃത്യമായി നടത്തി. അതുപോലെ ഓരോ മേഖലയിൽ ഉണ്ടാകുന്ന ഘടകകക്ഷികളായിട്ടുള്ള പ്രശ്നങ്ങൾ, സതീശൻ അവിടെ പ്രതിപക്ഷ സമയത്തെല്ലാം ഘടകകക്ഷികളായിട്ട് പ്രശ്നങ്ങളാണ്, ഇതെല്ലാം തീർത്ത് ഈ ഘടകകക്ഷികളെല്ലാം കൃത്യമായി സ്വരൂപിച്ച് കൊണ്ടുവന്ന് അവരെ കൃത്യമായി ഒത്തൊരുമയോടെ കൊണ്ടുവന്ന് പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് എല്ലാ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളെ കൃത്യമായി നിർണ്ണയിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചാർട്ട് ചെയ്ത് അതെല്ലാം കൊണ്ടുവന്ന് ഇനിയിപ്പോൾ അങ്ങോട്ട് കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാലിൻ്റെ ആ നേതൃപാഠവും KC വേണുഗോപാൽ ഇറങ്ങി നിന്നതുകൊണ്ടുമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ 2021 അതിദയനീയമായി കോൺഗ്രസ് സുരക്ഷ പരാജയപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന സമയമായിരുന്നു. കാരണം ഇവിടെ LDF പറഞ്ഞെന്താണ്, ഉറപ്പായി അവർ വികസനം മാത്രം പറഞ്ഞ് വോട്ട് ചോദിച്ച ഏക തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ പോലും കൃത്യമായി എതിർത്ത് പറയാൻ കോൺഗ്രസിന് കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സതീശൻ്റെ കഴിവുകളുണ്ടാണ്. എന്നാൽ അതിനെ ബാക്കപ്പ് ചെയ്തത് KC വന്നിട്ടാണ്. ആ KC നിന്ന് കൃത്യമായി പണിയെടുത്ത് കൃത്യമായി ഗ്രൗണ്ട് വർക്ക് ചെയ്ത് കൃത്യമായി എഞ്ചിനീയറിംഗ് വർക്ക് നടത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും അതിലൂടെ വിജയ ശതമാനം കയറും അല്ലെങ്കിൽ ജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാലിന് ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. KCയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, KC രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വളരെ മികവുള്ളൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. ഒരുപക്ഷെ ഈ ഹൈക്കമാൻഡിൽ മറ്റേതെങ്കിലും ഇല്ലേ ആ ഒരു പൊസിഷനിലിരിക്കുന്ന വേറെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ എപ്പോഴേ രഹസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെ രഹസ്യങ്ങളൊക്കെ എപ്പോഴേ ചാനലുകൾക്ക് എടുത്തിട്ട് അലക്കാൻ ഇതിനു മുന്നേ വന്നത്. സാധാരണ കോൺഗ്രസിനൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അവിടെ ഹൈക്കമാൻഡ് ആലോചിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല. അതിന് മുന്നേ ഇവിടെ പ്രഖ്യാപനം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചാനലുകളെല്ലാം ബ്രേക്കിംഗ് ആയിരിക്കും, ഇന്ന ആളാണ് സ്ഥാനാർത്ഥി, ഇന്ന ആളാണ് സ്ഥാനാർത്ഥി. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായില്ല. സാധ്യതകൾ എന്ന് മാത്രമാണ് ചാനലുകൾ പലരും കൊടുത്തു പോയത്. അതുമാത്രമല്ല ഈ ആഭ്യന്തര രാഷ്ട്രീയങ്ങളുടെ രഹസ്യങ്ങൾ പോലും ഒരു പക്ഷേ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നായിരുന്നു എന്നറിയാമോ? ചോർത്തെന്നൊരു പരിപാടി. അതായത് കോൺഗ്രസ് നടക്കുന്ന കാര്യങ്ങൾ നേരെ കൊണ്ടത് BJPക്ക് ചോർത്തി കൊടുത്ത് അതിലൂടെ ലാഭം നേടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അതിൽ കുറേ പേരൊക്കെ BJPയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെയും KC കൃത്യമായി രഹസ്യം സൂക്ഷിക്കുക മാത്രമല്ല അത് കൃത്യമായി വർക്കൗട്ട് ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് KC ചെയ്ത് തീർച്ചിട്ടുള്ളത്. അതാണ് KCയുടെ ആ ഒരു പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം ഒന്നടങ്കം KCയെ മാത്രം വിശ്വസിച്ച് നിൽക്കുന്നതിൻ്റെ കാരണവും കേരളത്തിലെ ഓരോ നേതാക്കന്മാർക്കും അവിടെ വലിയ സ്വീകാര്യത കിട്ടുന്നതിൻ്റെ പ്രധാന കാരണവും KC വേണുഗോപാലിൻ്റെ വ്യക്തി അവരോട് കാണിക്കുന്ന ആ സത്യസന്ധത കൊണ്ടാണ്. ആ സത്യസന്ധത കൃത്യമായി KC കാണിക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഓരോ നേതാക്കന്മാർക്കും ഡൽഹിയിലേക്ക് ചെന്നിട്ട് ഞാൻ കേരളത്തിലെ നേതാവാണെന്ന് പറഞ്ഞ് നെഞ്ചി വിരിച്ച് നിൽക്കാൻ പറ്റുന്നതും ഇരിക്കാൻ പറ്റുന്നതും. തീർച്ചയായും.